അടുത്താണിത്. കടമ്പ്രയാർ എന്ന് പറയും. അവിടെ ടൂറിസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നടപ്പാതയാണിത്. അവിടെ നിന്ന് നമുക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു തൂക്കുപാലത്തിലെത്തും. ആ തൂക്കുപാലം വഴി നമുക്ക് യാത്ര ചെയ്ത് ഇതിനപ്പുറത്തെ കരയിലേക്ക് നമുക്കെത്താം. ഇത് നിങ്ങൾക്കിവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കാക്കനാട് നിന്ന് വീഗാലാൻഡ് പള്ളിക്കര വഴി വന്നാൽ മതി. അപ്പോൾ അവിടെയായിട്ട് മനക്കക്കടവ് കഴിഞ്ഞ് അടുത്ത ഒരു സ്റ്റോപ്പുണ്ട്, അത് വീഗാലാൻഡിന് തൊട്ട് മുന്നേ. അവിടെ നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വണ്ടി നിങ്ങളുടെ പാർക്ക് ചെയ്തിട്ട് ഈ നടപ്പാതയിലൂടെ നടന്ന് നിങ്ങളുടെ രാവിലെയോ വൈകിട്ടോ സമയം പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും. വളരെ നാച്ചുറലായിട്ടുള്ള, അതേസമയം നല്ല എന്താ പറയുക, നല്ല തണുത്ത കാറ്റ്, പിന്നെ ഒരു ചെറിയ പുഴ പോലെ ഒഴുകുന്ന വെള്ളം, അങ്ങനെ ഒരുപാട് മനസ്സിന് കുളിർമ നൽകുന്ന കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഒരുപാട് പക്ഷികളുണ്ട്. അങ്ങനെ നിങ്ങളൊരു ഈ നടപ്പാതയിലൂടെ നടന്ന് ഒരു 1/2-3 മണിക്കൂർ നടക്കാനുള്ള ഒരു വഴിയുണ്ടിത്. അത് നിങ്ങൾ നടക്കുന്ന വഴിയുടെ അപ്പുറവും ഇപ്പുറവും ഈ പറയുന്ന വെള്ളം ആണ്. പാടശേഖരമായിരുന്നു ഇത് പണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് നടന്നു കഴിഞ്ഞ് നിങ്ങൾ ക്ഷീണിക്കില്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വിശക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വന്ന് കഴിക്കാനായിട്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, കടമ്പ്രയാർ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ തികച്ചും നിങ്ങളുടെ ഒരു ഈവനിങ്ങോ മോർണിംഗോ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു പ്രദേശമായിട്ടാണ് എനിക്കിവിടെ വന്നപ്പോൾ